നവകേരള സർവേക്ക് വേണ്ടിയിട്ട് 20 കോടിയാണ് ചെലവഴിച്ചത്. അത് സർക്കാർ തിരിച്ച് അല്ലെങ്കിൽ ട്രഷറി തിരിച്ചെടുക്കണമെന്നൊരു അഭിപ്രായമുണ്ട്. കോടതി അത്രയും വലിയ പരാമർശം. സത്യത്തിൽ കോടതിയുടെ പരാമർശം സർക്കാരിൻ്റെ മുഖത്തേറ്റ പ്രഹരമാണ്. സർക്കാരിന് മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഇലക്ഷൻ കമ്മീഷനും അതിനകത്തൊരു ജാള്യത ഉണ്ടാകേണ്ട കേസാണിത്. തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് ഒരു മാസം മുമ്പ് ഇതുപോലൊരു സർവേയുമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ PR-നെ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയും CPM സർക്കാരും നടക്കുന്നത്. എങ്ങനെയെങ്കിലും ഭരണം കിട്ടണം, മനസ്സിലായില്ല. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും 20 കോടി ചെലവഴിപ്പിച്ച് ഈ ഒരു സർവേ നടത്തുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആർക്കാ മനസ്സിലാവാത്തത്? ഇലക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പോൺസേഡ് പ്രോഗ്രാമാണ്, ഇലക്ഷൻ സ്പോൺസേഡ് പ്രോഗ്രാമാണ്. അവരവരെ ആരെയും വിടുന്നില്ല, നമ്മുടെ സീരിയലുകാരെ പോലും വിടുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായില്ലേ? അത് ഇലക്ഷൻ പ്രൊപ്പഗൻഡയാണ്. സീരിയൽ പോലും ഇപ്പം കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതിൽ പാർട്ടി പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഗവൺമെൻറ് പാർട്ടിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയുടെ വിധി എന്ന് ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. രാജ്യത്തെ സത്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ, അതിനെ സ്വാധീനിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് നഗ്നമായിട്ടുള്ള ലംഘനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അത് അംഗീകരിക്കുന്നതിന് പകരം വീണ്ടും അപ്പീൽ പോകാൻ പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യം, അപ്പീലിന് പോകാന്നുള്ളത്. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സർവേ എന്തിനാണെന്ന്. ഇപ്പോൾ ഇതോടുകൂടി ഹൈക്കോടതി വിധിയോടുകൂടി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സർവേ എന്തിനു വേണ്ടിയിട്ടാണ്? തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശം രാഷ്ട്രീയം വ്യക്തമാക്കുന്നത്. ഇതിന് പകരം ഇന്ന് പരസ്യമായിട്ടൊക്കെ പറഞ്ഞാൽ പോരെ? ഇതൊരു സർവേ എന്നൊക്കെ പേര്, അത് തിരഞ്ഞെടുപ്പ് അടുക്കാനാവുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. നല്ല ഉദ്ദേശമായിരുന്നെങ്കിൽ ഇത് 10 കൊല്ലമായിട്ടുള്ള സർക്കാരല്ലേ, എത്ര സമയമുണ്ടായിരുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ? അപ്പോൾ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ദുരുദ്ദേശം വ്യക്തമല്ലേ? അതല്ല കോടതിയും പറഞ്ഞിരിക്കുന്നത്. നടപ്പാക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചിലവാകാത്ത, നമ്മൾ പറയില്ലേ, ചിലവാകാത്ത സാധനങ്ങൾ ചിലവാകാൻ പല പ്രമോഷൻ മാർഗങ്ങളും സ്വീകരിക്കും കമ്പനികൾ. ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങളുടെ മുമ്പിൽ ചിലവാകാത്ത ആളുകളെ ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളും, ആ മാർഗങ്ങളിൽ ഒന്നായിട്ട് PR മാർഗങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുക. ഫ്രീ ആണോ? പിന്നെ അതേപോലെ തന്നെ BJP പറഞ്ഞിരിക്കുന്നത് ഈ ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? എന്താണ് ഇതൊക്കെ നിങ്ങളുടെ ഉണ്ടാക്കുന്ന ഓരോ മായാവിലാസങ്ങളില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. ഇപ്പോൾ ഒരു KPCC പ്രസിഡന്റ് ഉണ്ട്, അയാൾ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്ത് പോകുന്നുണ്ട്, അതങ്ങനെ പോകും. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഏപ്രിൽ 28-ന് BJPയുടെ ആദ്യഘട്ട പട്ടിക വരികയാണ് കേരളത്തിൽ. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് കുറേ മുമ്പ് തന്നെ കാര്യങ്ങൾ എപ്പോഴായിരിക്കും കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി? അല്ല, ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ നന്നായിട്ട് പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ എന്ന് അനൗൺസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മറ്റു പല ഘടകങ്ങളൂടെ ആശ്രയിച്ചിരിക്കും. തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ഞങ്ങൾ അധികം താമസിയാതെ സ്ഥാനാർത്ഥി പട്ടികകളുമായി രംഗത്ത് വരും. KPCC അധ്യക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ താൽക്കാലികമായി ചുമതല ഓടില്ല. മുൻപും അങ്ങനത്തുള്ള അല്ല, ഇപ്പം അതൊന്നും ഞങ്ങളുടെ മുന്നിലില്ല. എന്തായാലും എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. പുലർച്ചെ 3 മണിയും സ്റ്റാർ ഹോട്ടലാണെങ്കിൽ പുലർച്ചെ 3 മണിയും ബാർ തുറന്നു വെക്കാം, മറ്റേത് 12 മണി വരെയും ബാർ തുറന്നു വെക്കാം. കുടിക്കാൻ പറ്റുന്നവർ പരമാവധി കുടിച്ചോളൂ എന്നാണ് സർക്കാർ പറയുന്നത്. എന്നിട്ട് മറ്റൊരു ഭാഗത്ത് അവർ മദ്യവർജനവും പറയുന്നുണ്ട്, മദ്യവർജനത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അനുവദിച്ചൊക്കെ ഈ സർക്കാർ വന്ന ശേഷം കേരളത്തിൽ അനുവദിച്ച ബാറുകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ അറിയാം. സർവ്വകാല റെക്കോർഡ് എന്ന് പറയാൻ പറ്റുന്നതാണ്. നമ്മൾ അത്രയേറെ ഈ രംഗത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ അഴിമതിയാണ് അതിൻ്റെ പിന്നിലുള്ളത്, അതിന് സംശയമില്ല. ആ അഴിമതിയാണ് സത്യത്തിൽ ഗവൺമെൻറ് ആ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണം. മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ എങ്ങനെ തീരുമാനം വന്നു എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷത്തോട് സംസാരിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത്. അല്ല, പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞിട്ടുള്ള പുള്ളിയോട് ആരും സംസാരിച്ചിട്ടില്ല. ഏത് പ്രതിപക്ഷത്തിനോട് അവന് സംസാരിക്കുന്നത്? അങ്ങനെ പ്രതിപക്ഷം സംസാരിച്ച പ്രതിപക്ഷം ഇതെന്താ ഒത്തുകച്ചവടാണോ? അപ്പോൾ ശബരിമല കഴിഞ്ഞു എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം. അപ്പോൾ ശബരിമല വിഷയം അതേസമയത്ത് സ്വർണ്ണക്കൊള്ള, അപ്പോൾ എല്ലാവരും ജാമ്യത്തിലിറങ്ങി. എന്തായിരിക്കും കോൺഗ്രസ് ഇന്നലെ? അല്ല, ശബരിമല കാര്യത്തിൽ ഓരോ ദിവസം കഴിയുന്നവരും സങ്കീർണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. അവർ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിലാണ് എന്നുള്ള കാര്യം സംശയം വേണ്ട. ആ വെപ്രാളം എത്ര നടത്തിയിട്ടും കാര്യമില്ല.
എല്ലാ പ്രതികളിലേക്കും എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമാണ്. ഓരോ ദിവസം ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ വന്നപ്പോൾ കുറച്ചുകൂടെ സങ്കീർണമായി ഓരോ കാര്യത്തിലും. അത് സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിലും. അപ്പോൾ അയ്യപ്പൻ്റെ പേര് ഉപയോഗിച്ച് നടത്തുന്ന കൊള്ളകൾ ജനം മറക്കുമെന്ന് വിചാരിക്കേണ്ട. കേന്ദ്ര സർക്കാർ കൊട്ടിയാഘോഷിച്ച് നടത്തിയ AI സബ്മിറ്റ് ഇപ്പോൾ രാജ്യത്തിന്റെ അന്തസ്സ് തകർക്കുന്നു. നിങ്ങൾ തന്നെ 4-5 ദിവസമായിട്ട് അനുഭവിക്കുന്ന ടെൻഷൻ എന്താണ്? ഇപ്പം ഞാനിവിടുന്ന് കോൺഗ്രസ് പ്രസിഡൻ്റെ വീട്ടിലേക്ക് ഇന്നലെ പോകാൻ 1 മണിക്കൂർ എടുത്തു. ഒരു ക്രമീകരണം ഇത്രയും വലിയൊരു സംരംഭം നടത്തുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖം അന്തർദേശീയ തലത്തിൽ സത്യത്തിൽ വികൃതമാക്കുകയല്ലേ ചെയ്തത്? ഇത് നാഷണൽ ക്യാപിറ്റലല്ലേ? ഈ നാഷണൽ ക്യാപിറ്റലിൻ്റെ ജീവിതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുക എന്ന് മാത്രമല്ല, ഈ വരുന്ന പ്രതിനിധികൾക്ക് എന്തെങ്കിലും സംരക്ഷണം കിട്ടിയിട്ടുണ്ടോ? രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ട് സംവിധാനം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ മാത്രമല്ല, ഇന്നിപ്പം പുറത്തു വന്നിരിക്കുന്നത് കള്ള പാറ്റൻറ്റ് നേടിക്കൊണ്ടിരിക്കുകയാണ് പലതിനും. ചൈനയുടെ ഉൽപ്പന്നം എടുത്ത് നമ്മുടെ ഉൽപ്പന്നമാണെന്ന് കാണിക്കുക. പിന്നെ AI ഉൽപ്പന്നങ്ങൾ തന്നെ അവിടെ കൊണ്ടുവന്ന ആളുകൾ തന്നെ അത് തന്നെ മോഷണം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് AI കുറിച്ച് കൃത്യമായിട്ടുള്ള കൺസേണുള്ള ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ, സമ്മിറ്റ് നടത്തുമ്പോൾ ആ സമ്മിറ്റ് നടത്താനുള്ള കേപ്പബിലിറ്റി നമുക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. സത്യത്തിൽ അത് വളരെ വളരെ ലജ്ജാകരമായ കാര്യമല്ലേ? ഇന്ത്യ രാജ്യത്തിനുള്ള കഴിവുകളെ പോലും പുറം ലോകത്തിൻ്റെ മുന്നിൽ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. അത് ഇപ്പം നാളെയും കൂടെ ഉണ്ട്. ജനങ്ങളുടെ ജീവിതം പൊതുവായി ദുസ്സഹമാക്കി ഇതുമായി ബന്ധപ്പെട്ട സമ്മിറ്റിന് വന്നവർക്കും നിരാശ നൽകുന്ന ഫലം നൽകി എന്നുള്ളതാണ് കാര്യം.